ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 21 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് 22 മുതൽ 24 വരെയുള്ള ആയത്തുകൾ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅംദദ്നാഹും ബിഫാകിഹതിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ യതനാസഊന ഫീഹാ കഅസൻ ലാ ലഗ്വുൻ ഫീഹാ വലാ തഅ്സീം വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. കഴിഞ്ഞ ആയത്തുകളിൽ സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന സുഖങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. മാതാപിതാക്കളെയും മക്കളെയും ഒരുമിച്ച് സ്വർഗത്തിൽ താമസിപ്പിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. ശേഷം അള്ളാഹു പറയുന്നു, വ അംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ. വ അംദദ്നാഹും, അമദ്ദ എന്ന് പറഞ്ഞാൽ ധാരാളമായി നൽകി, അല്ലെങ്കിൽ അയച്ചിട്ട് കൊടുത്തു എന്നൊക്കെ പറയില്ലേ. ഇഷ്ടംപോലെ കൊടുത്തു, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യാതൊരു അധിക നിയന്ത്രണവും ഇല്ലാതെ അങ്ങനെ കൊടുത്തു എന്നുള്ളതിനാണ് നമ്മൾ അയച്ചിട്ട് കൊടുത്തു എന്ന് പറയാം. അമദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊടുത്തു എന്നർത്ഥമുണ്ട്. നമ്മൾ തജ്വീദ് പഠിക്കുമ്പോൾ പറയാറില്ലേ, മദ് നീട്ടൽ, മദ്ദ നീട്ടി, ആ രൂപത്തിൽ. അതിൻ്റെ അവസാനത്തിൽ നാ എന്നാവുമ്പോൾ അത് അമദ്ദന എന്നല്ല, അംദദ്ന എന്നാണ് ആവുക. നാം ധാരാളമായി നൽകി, അല്ലെങ്കിൽ നാം അയച്ചിട്ട് കൊടുത്തു. ഹും, അവർക്ക്, നാം അവർക്ക് ധാരാളമായി നൽകി. ഇവിടെ മാദിയായ രൂപത്തിലാണ്, നൽകി എന്നുള്ള രൂപത്തിലാണ്. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ മാദിയായ പദങ്ങൾ ഉപയോഗിക്കും. പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലങ്ങൾ ഇല്ല, അതുകൊണ്ട് തന്നെ ഏത് കാലവും വെച്ചിട്ട് പറയാം. അപ്പോൾ വ അംദദ്നാഹും, അവർക്ക് അവൻ യഥേഷ്ടം നൽകി, അല്ലെങ്കിൽ അവർക്ക് അവൻ അയച്ചിട്ട് കൊടുത്തു, അവർക്ക് അവൻ ധാരാളമായി നൽകി. ബി ഫാക്കിഹത്തിൻ, എന്താണ് നൽകിയത്? ഫാക്കിഹത്ത്. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗം. അപ്പോൾ ബി ഫാക്കിഹത്തിൻ, പഴവർഗ്ഗത്തെ എന്നർത്ഥം കൊടുക്കാം. അവിടെ ബി എന്നുള്ളത് ശരിക്കും അംദദ്ന എന്നുള്ളതിൻ്റെ കൂടെ വരുന്നതാണ്. അമദ്ദ ബി എന്നുള്ള രൂപത്തിലാണത് വരുന്നത്. അപ്പോൾ പഴവർഗ്ഗത്തെ, അല്ലെങ്കിൽ പഴങ്ങളെ അവൻ ധാരാളമായി നൽകി. വ ലഹ്മിൻ, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. ലഹ്മ് മാംസം, വ ലഹ്മിൻ മാംസത്തെയും. മിമ്മാ യഷ്തഹൂൻ, ഇഷ്തഹ എന്ന് പറഞ്ഞാൽ ആശിച്ചു, ആഗ്രഹിച്ചു എന്നൊക്കെയാണ്. യഷ്തഹി, ആഗ്രഹിക്കും, ആഗ്രഹിക്കുന്നു, ആശിക്കും, ആശിക്കുന്നു, മോഹിക്കും, മോഹിക്കുന്നു. യഷ്തഹൂൻ, അവർ ആശിക്കുന്നു, അല്ലെങ്കിൽ അവർ ആശിക്കും, അവർ ആഗ്രഹിക്കുന്നു, അവർ ആഗ്രഹിക്കും. അതിന് മുമ്പിലൊരു മാ എന്നുണ്ട്, അത് എന്നർത്ഥത്തിൽ. മാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നത്, അവർ ആശിക്കുന്നത്. അതിൻ്റെ മുമ്പിലൊരു മിൻ എന്നുണ്ട്. ആ മിൻ എന്നുള്ളതിൻ്റെ കൂടെ മാ എന്ന് ചേരുമ്പോഴാണ് മിമ്മ എന്നായത്. ആ നൂന് അവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ആ മിൻ എന്നുള്ളതിനെ മാ എന്നുള്ളതിലേക്ക് ചേർത്തിട്ടാണ് മിമ്മ എന്നാക്കിയത്. അപ്പോൾ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിൻ മാ യഷ്തഹൂൻ, അവർ ആശിക്കുന്നതിൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മാ എന്ന് പറഞ്ഞാൽ അത്, യഷ്തഹൂൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നതിൽ നിന്ന്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അംദദ്നാഹും ബി ഫാക്കിഹത്തിൻ വ ലഹ്മിൻ മിമ്മാ യഷ്തഹൂൻ. അവർ ആഗ്രഹിക്കുന്ന പഴവർഗ്ഗത്തെയും മാംസങ്ങളെയുമൊക്കെ അവർക്ക് അയച്ചിട്ട് കൊടുക്കും, അവർക്ക് യഥേഷ്ടം കൊടുക്കും, ധാരാളമായി കൊടുക്കും. അടുത്തായത് യത്തനാസഊന ഫീഹ. യത്തനാസഊന, തനാസ എന്ന് പറഞ്ഞാൽ പരസ്പരം കൈമാറി, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂലേ, അതിനാണ് തനാസ എന്ന് പറയാം, പരസ്പരം കൈമാറി. അതിൻ്റെ മുളാരിയാണ് യത്തനാസഉ, പരസ്പരം കൈമാറും, പരസ്പരം കൈമാറുന്നു. അതിൻ്റെ ബഹുവചന രൂപം യത്തനാസഊന, അവർ പരസ്പരം കൈമാറും, അവർ പരസ്പരം കൈമാറുന്നു. ഫീഹ, അവിടെ, അതിൽ, അതായത് ആ സ്വർഗത്തിൽ. എന്ത്? കഅ്സൻ, കഅ്സ് എന്ന് പറഞ്ഞാൽ കോപ്പ. സാധാരണ മദ്യം നിറച്ച കോപ്പയെയാണ് കഅ്സൻ എന്ന് പറയാറുള്ളത്. ലാ ലഗ്വുൻ, ലഗ്വ് എന്ന് പറഞ്ഞാൽ അനാവശ്യം. ലാ ലഗ്വുൻ, അനാവശ്യമില്ല. ഫീഹ, അവിടെ, അതിൽ, ആ സ്വർഗത്തിൽ. വലാ തഅ്സീം, അസ്സമ എന്ന് പറഞ്ഞാൽ പാപമുണ്ടാക്കി എന്നാണ്. തഅ്സീം, പാപമുണ്ടാക്കൽ.
ലാ തഅസീം പാപമുണ്ടാക്കലില്ല, വലാ തഅസീം പാപമുണ്ടാക്കലും ഇല്ല. വാവ് അത്ഫിൻ്റെ വാവ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യതനാസഊന ഫീഹാ കഅസൻ ലാ ലഗ്വുൻ ഫീഹാ വലാ തഅസീം. അവിടെ അവർ കോപ്പുകൾ പരസ്പരം കൈമാറും, അവിടെ അനാവശ്യങ്ങളില്ല, പാപമുണ്ടാക്കലുമില്ല, അല്ലെങ്കിൽ കുറ്റകരവുമില്ല. അടുത്ത ആയത്ത് വയതൂഫു അലൈഹിം. ത്വാഫ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി, ചുറ്റി നടന്നു എന്നൊക്കെയാണ്. യതൂഫു ചുറ്റി നടക്കും, ചുറ്റിക്കറങ്ങും. വയതൂഫു ചുറ്റി നടക്കുകയും ചെയ്യും. അലൈഹിം അല മേൽ, ഹും അവർ, അലൈഹിം അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ, അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ അവർക്കിടയിലൂടെ എന്നാണ് ഉദ്ദേശം. വയതൂഫു അലൈഹിം അവർക്കിടയിലൂടെ ചുറ്റി നടക്കും. ഗിൽമാനുൻ ഗുലാം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഗിൽമാൻ. ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടി, ഗിൽമാൻ കുട്ടികൾ, ബാലന്മാർ എന്നാണ് പൊതുവെ അതിന് അർത്ഥം കൊടുക്കാറുള്ളത്. ലഹും അവർക്ക് വേണ്ടിയുള്ള, കഅന്നഹും കഅന്ന പോലെ, കഅന്നഹും അവർ ആണെന്ന പോലെ, ലുഅ്ലുഉൻ മുത്ത്, മക്നൂൻ കന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാണ്, കന്നന എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, മൂടി വെച്ചു, ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. മക്നൂൻ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് അർത്ഥമുണ്ട്, ഒളിപ്പിച്ച് വെച്ചത് എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഅ്ലുഉൻ മക്നൂൻ. ഒളിച്ചു വെക്കപ്പെട്ട അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെ ആ സ്വർഗത്തിലുള്ള ആളുകളുടെ ഇടയിലൂടെ കുട്ടികൾ, ബാലന്മാർ ചുറ്റി നടക്കും. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. വ അംദദ്നാഹും ബി ഫാക്കിഹത്തിൻ വ ലഹ്മിൻ മിമ്മാ യഷ്തഹൂൻ. ആശിക്കുന്ന എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും മാംസവുമൊക്കെ അവിടെ യഥേഷ്ടം നൽകും. അപ്പോൾ അള്ളാഹു സ്വർഗത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന സുഖങ്ങളെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. അവർക്ക് അവർ ആശിക്കുന്ന തരത്തിലുള്ള എല്ലാം ഭക്ഷണമായിട്ട് ലഭിക്കും. ഏറ്റവും മുന്തിയ പഴവർഗ്ഗങ്ങൾ, ഏറ്റവും മുന്തിയ ലഹ്മ്, മാംസം. ആ മാംസമൊക്കെ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് അത് ആ സ്വർഗീയ ആളുകൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മാംസം, അതല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷിയെയോ മൃഗത്തെയോ അറുത്തതിന് ശേഷമുള്ളതല്ല. ആ മാംസം അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കും എന്നൊക്കെ ചില പണ്ഡിതന്മാർ ആ രൂപത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അല്ലാഹു ആലം, അവിടെ മാംസം ലഭിക്കും, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ലഭിക്കും. എല്ലാത്തരം പഴവർഗ്ഗങ്ങളും ആശിക്കുന്നതൊക്കെ അവിടെ ലഭിക്കും. യതനാസഊന ഫീഹാ കഅസൻ ലാ ലഗ്വുൻ ഫീഹാ വലാ തഅസീം. അവിടെ കോപ്പുകൾ പരസ്പരം കൈമാറും. അപ്പോൾ ഏറ്റവും മുന്തിയ തരം പാനീയം കുടിക്കാൻ ലഭിക്കും. ആ പാനീയത്തിൻ്റെ കോപ്പുകൾ പരസ്പരം കൈമാറും. എങ്ങനെയാണ് ഈ കൈമാറൽ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദമായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പലപ്പോഴും കഅസ് എന്ന് പറഞ്ഞാൽ മദ്യം നിറച്ച കോപ്പകൾക്കാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ കോപ്പകൾ എന്ന് നമുക്കവിടെ അർത്ഥം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മനസ്സിലേക്ക് മദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന, ഇവിടെ ഹറാമാക്കിയ ആ മദ്യമാണ് ഓർമ്മ വരിക. ആ മദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കഴിച്ചു കഴിഞ്ഞാൽ അനാവശ്യം പറയും, അത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി പോകും, അല്ലെങ്കിൽ നമുക്ക് സ്വബോധം നഷ്ടപ്പെടും. ആ രൂപത്തിലൊക്കെയുള്ളതാണ് ഈ നാട്ടിലെ മദ്യം. എന്നാൽ അതൊന്നുമല്ലാത്ത തരത്തിൽ ഏറ്റവും നല്ലതും നമുക്ക് വളരെ അധികം ആസ്വാദ്യകരമായതും യാതൊരു തരത്തിലും അനാവശ്യം പറച്ചിലോ സ്വബോധം മറയലോ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു മദ്യം, അങ്ങനെയുള്ളൊരു മുന്തിയ പാനീയത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ളൊരു പാനീയമാണ് അള്ളാഹു നൽകുക. പലപ്പോഴും സ്വർഗത്തിൽ കള്ള് ലഭിക്കും, സ്വർഗത്തിൽ മദ്യം ലഭിക്കുമെന്ന് പറയുമ്പോഴേക്ക് ആളുകൾ അത്ഭുതത്തോടു കൂടി നോക്കാറുണ്ട്. ഇവിടെ ഹറാമാക്കിയൊരു കാര്യം അവിടെ കിട്ടിയേ. ഇവിടുത്തെ ഈ നാട്ടിൽ കിട്ടുന്ന ആ സാധനമല്ല അവിടെ കിട്ടുന്നത്. ഇവിടെ കിട്ടുന്ന കള്ളിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് മദ്യത്തിന് ആ ലഹരി നമ്മുടെ തലക്ക് പിടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പക്ഷേ ഇതല്ല സ്വർഗത്തിൽ ലഭിക്കുന്നത്. അങ്ങനെ ലഹരി ബാധിക്കുന്നതോ സ്വബോധം മറയുന്നതോ, അത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നതോ, മറ്റുള്ള ആളുകൾ അനാവശ്യം പറയുന്നതോ, വഴക്ക് കൂടുന്നതോ, എല്ലാവിധ തിന്മകളുടെയും മാതാവായിട്ടുള്ള തരത്തിലുള്ള ആ മദ്യം അല്ല അവിടെ കിട്ടുന്നത്. അവിടെ ഏറ്റവും മുന്തിയ തരം ഒരു പാനീയമാണ്. അതിന് മദ്യമെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മുന്തിയ പാനീയം എന്ന് പറയാം. അതാണ് അവിടെ കിട്ടുക. ആ കോപ്പുകൾ പരസ്പരം കൈമാറും. ഈ പരസ്പരം കൈമാറും എന്നുള്ളതിന് ചിലരൊക്കെ
അവ തമ്മിൽ അവർ കുടിക്കുന്ന സമയത്ത് ഒന്ന് ആ ഒരു സന്തോഷം പങ്കുവെക്കും എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് കൈമാറിക്കൊണ്ടിരിക്കും, അങ്ങനെയും പറയാം. ശരി, അവിടെ ലാ ലഹ്വുൻ അള്ളാഹു എടുത്തു പറഞ്ഞു, അനാവശ്യമില്ല. ഫിഹ അവിടെ, വലാ തഹസീം പാപമുണ്ടാക്കലുമില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു അത് ഇവിടെ എടുത്തു പറഞ്ഞു. ഈ നാട്ടിലാണെങ്കിലോ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇവിടെ മദ്യം കഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇത് രണ്ടും ഉണ്ട്. പാപം ഉണ്ടാക്കലുമുണ്ട്, അതുപോലെ തന്നെ അനാവശ്യമുണ്ട്. അനാവശ്യം ചെയ്യും, അനാവശ്യം പറയും, പാപമുണ്ടാക്കും. പക്ഷേ ഇത് രണ്ടും അവിടെ ഇല്ല, കൃത്യമായിട്ട് പറഞ്ഞു, ഒരു സംശയമില്ലാത്ത രൂപത്തിൽ പറഞ്ഞു. പക്ഷേ ആളുകൾ ഈ ഒരു കാര്യത്തെ വിമർശിക്കുമ്പോൾ ഇതിൻ്റെ പകുതി കൊണ്ടുപോയി നിർത്താറാണ്. അവിടെ മദ്യക്കോപ്പുകളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും. ഈ ലാ ലഹ്വുൻ ഫീഹ വലാ തഹസീം എന്നുള്ള ആ ഭാഗം മനഃപൂർവ്വം അവിടെ മാറ്റിവെക്കും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയാണ്, വയതൂഫു അലൈഹിം ഗിൽമാനുൻ, ആ ആളുകളുടെ, സ്വർഗത്തിലുള്ള ആളുകളുടെ ഇടയിലൂടെ ചെറിയ കുട്ടികൾ, അത് ബാലന്മാർ എന്നുള്ള രൂപത്തിൽ, ചെറിയ ആൺകുട്ടികൾ എന്നുള്ള രൂപത്തിലാണ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുക. അള്ളാഹു ആലം. ഏതായാലും ചെറിയ ബാലന്മാർ ആ സ്വർഗത്തിൽ ആളുകളുടെ ഇടയിലൂടെ ചുറ്റിക്കറങ്ങി നടക്കും. ഈ കുട്ടികൾ ചുറ്റി നടക്കുന്ന കാര്യം പറയുന്ന സ്ഥലത്ത്, ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് പരിശുദ്ധ ഖുർആനിൽ ഗിൽമാനുൻ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വിൽദാനുൻ എന്നാണ്. വയതൂഫു അലൈഹിം വിൽദാനുൻ എന്നുള്ള രൂപത്തിലാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റുക. ഇവിടെ മാത്രമാണ് ഗിൽമാനുൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ലഹും അവർക്ക് വേണ്ടി, ആ സ്വർഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി. അപ്പോൾ ആ സ്വർഗത്തിലുള്ള ആളുകൾക്ക് കൺകുളിർമ ലഭിക്കാനും അവർക്ക് സന്തോഷിക്കുവാനുമൊക്കെ കുട്ടികൾ അവരുടെ ഇടയിലൂടെ ഓടിക്കളിച്ചു കൊണ്ടിരിക്കും, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. പലപ്പോഴും പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു പാനീയത്തെക്കുറിച്ച്, ഏറ്റവും മുന്തിയ തരം പാനീയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തിൽ ഇതുപോലെ കുട്ടികൾ അവരുടെ ഇടയിലൂടെ ഓടി നടക്കും അല്ലെങ്കിൽ ചുറ്റി നടക്കും എന്ന് പറയാറുണ്ട്. അതിനെ രണ്ടും കൂടെ ചേർത്തുകൊണ്ട് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞത്, ആ പാനീയം ഒഴിച്ചു കൊടുക്കാനും ആ പാനീയം എല്ലാവർക്കും നൽകാനുമൊക്കെ ഈ കുട്ടികളുണ്ടാകും എന്നാണ്, അല്ലെങ്കിൽ ഈ കുട്ടികൾ അത് ചെയ്യുമെന്നാണ്. അത് ഒരു ബാലവേലയായിട്ടല്ല, ചെറിയ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ള രൂപത്തിലല്ല. ആ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവിടുത്തെ ഒരു പദവിയാണത്. അത് അവർക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്, അവർക്ക് നൽകുന്ന ഒരു പദവിയാണത്. അത് ലഭിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്, അങ്ങനെ ചെയ്യാൻ അവർ കൊതിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ അവരെക്കൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കല്ല, ബാലവേലല്ല. അത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത് അവിടെ അവർക്ക് കിട്ടുന്നൊരു അംഗീകാരവുമാണ്. ആ തരത്തിൽ അവർ എല്ലാവരുടെ ഇടയിലൂടെയും ഓടി നടക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. കഅന്നഹും ലുഅ്ലുഉൻ മക്നൂൻ, ഏതുപോലെയാണ് അവരെ കണ്ടാൽ തോന്നുക? അവരെ ഒളിപ്പിച്ചു വെക്കപ്പെട്ട അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ട മുത്ത് പോലെ ഉണ്ടാവും. ഈ സൂക്ഷിക്കപ്പെട്ട മുത്ത് എന്ന് അവിടെ ഉപയോഗിക്കാനുള്ള കാരണം അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. വളരെ അമൂല്യമായ മുത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചിപ്പിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട ഒരു മുത്താണെങ്കിൽ ആ മുത്ത് ഏറ്റവും അമൂല്യമായിരിക്കും, വളരെയധികം വിലയുള്ളതായിരിക്കും, വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ്, ഏറ്റവും സുന്ദരമാണ്, ഏറ്റവും വിലയുള്ളതാണ്. അപ്പോൾ അതുപോലെ സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെ വളരെ പവിത്രമായ, ഈ സൂക്ഷിച്ചു വെച്ചതിന് പിന്നെ വലിയ കേടുപാടുകളൊന്നും സംഭവിക്കില്ലല്ലോ. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ ആകെ ഓടി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ സൂക്ഷിക്കപ്പെട്ട മുത്തുകളാണെന്ന് തോന്നിപ്പോവും. ആ രൂപത്തിൽ കൺകുളിർമ നൽകുന്ന കാഴ്ചയായിരിക്കും അത്. അപ്പോൾ ആ കുട്ടികൾ ആളുകളുടെ ഇടയിലൂടെ ഓടി നടക്കും. ഇനി ആരാണ് ഈ കുട്ടികൾ? ഈ കുട്ടികൾ സ്വർഗത്തിലെത്തുന്ന കുട്ടികൾ. എല്ലാ കുട്ടികളും സ്വർഗത്തിലെത്തുമല്ലോ. അവിശ്വാസികളുടെ കുട്ടികളും സ്വർഗത്തിലാണ്, വിശ്വാസികളുടെ കുട്ടികളും സ്വർഗത്തിലാണ്. പക്വത എത്താത്ത പ്രായത്തിൽ ഒരു കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടി സ്വർഗത്തിലാണ്. അപ്പോൾ ഇത്തരം കുട്ടികൾ, സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച ഇത്തരം കുട്ടികൾ അവരായിരിക്കും അത്. അതിൽ ചില തഫ്സീറുകളിലൊക്കെ അവിശ്വാസികളുടെ കുട്ടികൾ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കൾ സ്വർഗത്തിലില്ലാത്ത, അവർ സ്വർഗത്തിലെത്തിയിട്ടില്ല, അവർ നരകത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ എന്തായാലും സ്വർഗത്തിലാണല്ലോ. അവർക്ക് തെറ്റുകളും ശരികളൊന്നുമില്ല, അവരെന്തായാലും സ്വർഗത്തിലാണ്. മാതാപിതാക്കളുടെ തെറ്റും ശരിയും നോക്കി അവർ നരകത്തിലാണെങ്കിൽ കുട്ടികൾ സ്വർഗത്തിലുമാണെങ്കിൽ ആ കുട്ടികളും അതിൽ ഉൾപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. പൊതുവേ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, സ്വർഗത്തിലുള്ള എല്ലാ കുട്ടികളും, മാതാപിതാക്കളും സ്വർഗത്തിലാണ്, കുട്ടികളും സ്വർഗത്തിലാണെങ്കിൽ ആ കുട്ടികൾക്ക് ആ മാതാപിതാക്കളുടെ കൂടെ കഴിയാനുള്ള അവസരം ലഭിക്കും എന്ന് നമുക്ക് അറിയാം. അപ്പോൾ സ്വർഗത്തിലെത്തുന്ന എല്ലാ കുട്ടികളും ഇതിൽ ഉൾപ്പെടാം എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല.
ശരി, ഇനി നമുക്ക് ഇതിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വ അംദദ്നാഹും, അംദദ് അവിടെ ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം, ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. വ അംദദ്നാഹും ബിഫാക്കിയത്തിൻ, അംദദ്നാഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമാണ്, ശേഷം ബിഫാക്കിഹത്തിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബാ ആണ്. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വരുമ്പോൾ ആ സുക്കൂനുള്ള മീമിനെ മണിക്കലോടുകൂടി ഉച്ചരിക്കണം. ഈ ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വരുമ്പോഴും ഹറക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വരുമ്പോഴുമാണ് മീമിനെ ബാധിക്കുന്ന നിയമങ്ങൾ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പാരായണം ചെയ്യുമ്പോൾ വ അംദദ്നാഹും ബിഫാക്കിയത്തിൻ, അവിടെ ഒന്ന് മണിക്കണം. വ അംദദ്നാഹും ബിഫാക്കിയത്തിൻ, ബിഫാക്കിഹത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ബിഫാക്കിഹത്തിയും വ, ബിഫാക്കിഹത്തിയും വ. വ ലഹ്മിൻ, അതിൻ്റെ അവസാനത്തിൽ തെൻവീന്, ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ലഹ്മിം മിമ്മ, ലഹ്മിം മിമ്മ. മിമ്മ എന്നുള്ളിടത്ത് ആ മീമിനെ മണിച്ചിട്ട് ഉച്ചരിക്കുക. യഷ്തഹൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരികളായിട്ട് വരും. അടുത്ത ആയത്തിൽ യത്തനാസഊന ഫീഹാ കഅ്സൻ, അവിടെ തൻവീന് വന്നു, അതിനുശേഷം ലാമാണ്. ലാ ലഹ്വുൻ എന്നുള്ളതിൻ്റെ അവിടെ ലാമ് വന്നിട്ടുണ്ട്. അപ്പോൾ തൻവീനിന് ശേഷം ലാമ് വന്നാൽ ആ തൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കുക, അല്ലെങ്കിൽ ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ കഅ്സല്ല, കഅ്സ എന്ന് പറഞ്ഞിട്ട് ശദ്ദുള്ള ലാമ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ രൂപത്തിലാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. കഅ്സല്ല, കഅ്സൻ എന്ന് പറയില്ല, കഅ്സ ല, കഅ്സല്ല. ലഹ്വുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ഫ ആണ്. ഫാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ലഹ്വും ഫീഹ, ലഹ്വും ഫീഹ. വലാ തഅ്സീം, അവസാനത്തെ മീമിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. ആ 23-ാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നക്ഷത്രം പോലെ അല്ലെങ്കിൽ ഒരു പൂവ് പോലെയുള്ള ഒരു ചിത്രമൊക്കെ ചില മുസഹഫുകളിൽ കാണാം. അത് സൂചിപ്പിക്കുന്നത് ഒരു ജുസ്ഇൻ്റെ ഒരു ഭാഗമാണ് എന്നാണ്. അതായത് ഒരു ജുസ്ഇനെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കും, 2 ഹിസ്ബ് എന്ന് പറയും. ഒരു ജുസ്ഇനെ 2 ഹിസ്ബുകളായിട്ട് തിരിക്കും. അതിൽ ഓരോ ഹിസ്ബിനെയും 4 റുബുകളായിട്ട് തിരിക്കും. അപ്പോൾ ഒരു ഹിസ്ബ് 4 റുബ്, അടുത്ത ഹിസ്ബ് 4 റുബ്, ആകെ 8 റുബ്. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 8 റുബുകളാണ്. ആ 8 റുബുകളിൽ, ഒരു ജുസ്ഇലുള്ള ആകെയുള്ള 8 റുബുകളിൽ ആദ്യത്തെ റുബ് അവസാനിക്കുന്ന ഭാഗമാണ് ഇത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് 27-ാമത്തെ ജുസ് ആണ്. ആ 27-ാമത്തെ ജുസ്ഇനെ 2 ഭാഗമാക്കി മാറ്റിയാൽ 2 ഹിസ്ബുകൾ. അതിൽ ആദ്യത്തെ ഹിസ്ബിൻ്റെ 1/4 ഭാഗം എന്ന് പറയാം. മൊത്തം 27-ാം ജുസ്ഇൻ്റെ 8/1 ഭാഗം എന്ന് പറയാം. അതിനെ സൂചിപ്പിക്കാനാണ് ആ ഒരു അടയാളം അവിടെ കൊടുത്തിട്ടുള്ളത്. വയതൂഫു അലൈഹിം ഗിൽമാനുൽ ലഹും, ഗിൽമാനുൻ അവിടെ തൻവീന് വന്നു, ശേഷം ലാമാണ്. ലഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ലാമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ തൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ ഗിൽമാനു എന്ന് പറഞ്ഞിട്ട് ശദ്ദുള്ള ലാമ് പറഞ്ഞാൽ മതി. ഗിൽമാനുൽ ലഹും, ഗിൽമാനുൽ ലഹും. കഅന്നഹും, നൂനിൻ്റെ ശബ്ദ് മണിക്കുക. ലുഉൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് വന്നു, ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ലുഉം മക്നൂൻ, ലുഉം മക്നൂൻ. മക്നൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യഷ്തഹൂൻ. യതനാസഊന ഫീഹാ കഅ്സൻ ലാ ലഗ്വും ഫീഹാ വലാ തഅ്സീം. വയതൂഫു അലൈഹിം ഗിൽമാനുൽ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വ അംദദ്നാഹും എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ ആ അംദദ് എന്നുള്ള ഭാഗം, അമദ്ദ എന്നാണ് ശരിക്കത്, ആ ഭാഗം ഫേലാണ്. പിന്നെ നാ എന്നുള്ളത് ഫായിലാണ്. ഹും എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്. അവിടെ ഫേലും ഫായിലും മഫ്ഊലും ബിഹിയും വന്നു. അവർക്ക് നാം യഥേഷ്ടം നൽകി, അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ അയച്ചു കൊടുത്തു എന്നുള്ള ഭാഗം അത് ഫേലാണ് അല്ലെങ്കിൽ ക്രിയയാണ്, വെർബാണ്. ഇനി ആരാണത് ചെയ്തത്? നാ, നാം. അപ്പോൾ ആ നാം എന്നുള്ള ഭാഗം അല്ലെങ്കിൽ നാ എന്നുള്ളത് അതാണ് ഫായില്, കർത്താവ്, സബ്ജക്റ്റ്.
ഹും അവർക്ക്, ആർക്കാണ് കൊടുത്തത്? അവർക്ക്. അപ്പോൾ അത് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. ഈ മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. പക്ഷേ ഹും എന്നുള്ളത് മബിനിയായൊരു പദമാണ്. അതിന് സാധാരണ നമ്മൾ നെസ്ബിൻ്റെ അടയാളമായിട്ടുള്ള ഫത്ത് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിന് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അതേപോലെ തന്നെയാണ് നാ എന്നുള്ളത് ഫായിലാണ്, അതിൻ്റെ ഇറാബ് റഫ് ആണ്. പക്ഷേ നാ എന്നുള്ളതിന് സാധാരണ നമ്മൾ കൊടുക്കാറുള്ള ലമ്മൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് മബിനിയാണ്. നാ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ബി ഫാക്കിഹത്തിൻ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ബി ഫാക്കിഹത്തിൻ അവസാനത്തിൽ കസ്ർ തൻവീനിട്ട് എഴുതിയത്. ആ ബി വന്നതുകൊണ്ടാണ്. വ ലഹ്മിൻ, ആ ഫാക്കിഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ലഹ്മു വന്നത്. അതിൻ്റെ ഇടയിലൊരു വാവ് ഉണ്ടല്ലോ, അത്തഫിൻ്റെ വാവ്, അത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബി ഫാക്കിഹത്തിൻ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ബി ലഹ്മിൻ എന്നുണ്ട്. ആ ബി അവിടെ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് പറയാം ഈ ലഹ്മ് എന്നുള്ളത് ഫാക്കിഹത്തിലേക്ക് മഅ്തൂഫാണ്, ചേർക്കപ്പെട്ടതാണ്. അങ്ങനെ ചേർക്കപ്പെട്ടതാകുമ്പോൾ ആ ഫാക്കിഹത്ത് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് ഇത് എഴുതുക. ഫാക്കിഹത്തിൻ, ലഹ്മിൻ രണ്ടും ഒരേപോലെ എഴുതും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആ ബി ഫാക്കിഹത്തിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ബി ഇങ്ങോട്ടും ബാധകമാണ്. വ ബി ലഹ്മിൻ എന്നാണ് അവിടെ ശരിക്കുള്ളത് എന്ന് ആ രൂപത്തിൽ മനസ്സിലാക്കാം. മിമ്മ യഷ്തഹൂൻ യത്തനാസഊന ഫിഹ കഅ്സൻ, യത്തനാസഊന അവർ പരസ്പരം കൈമാറും. എന്തിനെയാണ് കൈമാറുക? കഅ്സൻ, കോപ്പയെ. അപ്പോൾ ആ കഅ്സൻ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതിന് നെസ്ബാണല്ലോ ഇറാബ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഫത്ത് തൻവീനിട്ട് കാണിച്ചത്. ആ നെസ്ബിനെ കാണിക്കാനാണ് കഅ്സൻ ഫത്ത് തൻവീനിട്ടത്. അതുകൊണ്ടാണ്. ലാ ലഗ്വുൻ ഫിഹ വലാ തഅ്സീം വയത്തൂഫു അലൈഹിം, വയത്തൂഫു ചുറ്റി നടക്കും. ആരാണ് ചുറ്റി നടക്കുക? ഗിൽമാനുൻ, കുട്ടികൾ. അപ്പോൾ അത് ഫായിലാണ്. അതിനെ എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ലം തൻവീനിട്ടിട്ട് ആ റഫിനെ സൂചിപ്പിച്ചത്. കഅന്നഹും ലുഉലുഉൻ മക്നൂൻ, ലുഉലു എന്നുള്ള ആ ഒരു പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് മക്നൂൻ. ലുഉലുഉൻ എന്ന് പറഞ്ഞാൽ മുത്ത്. എങ്ങനെയുള്ള മുത്ത്? ഒളിച്ചു വെക്കപ്പെട്ട അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ട. അപ്പോൾ അത് അതിൻ്റെ വിശേഷണമാണ്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സിഫത്തായിട്ട് എഴുതുമ്പോൾ, നഅത്തായിട്ട് എഴുതുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അതുകൊണ്ടാണ് ലുഉലുഉൻ മക്നൂനുൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.